നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോപ്പ അമേരിക്കയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ കാനഡയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക. വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലയണൽ മെസ്സിയും സംഘവും ഇപ്പോൾ വരുന്നത്. എന്നാൽ കാനഡ ഒട്ടും നിസാരക്കാരല്ല. കുറച്ച് സൂപ്പർ താരങ്ങളെ അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പ്രശസ്ത പരിശീലകനായ ജസെ മാർഷാണ് അവരുടെ നിലവിലെ പരിശീലകനായിക്കൊണ്ട് ഉള്ളത്. പ്രധാനമായും 2 താരങ്ങളെയാണ് അർജന്റീന ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇടത് വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന അൽഫോൺസോ ഡേവിസിനെ ഒന്ന് സൂക്ഷിക്കണം. അദ്ദേഹം അർജന്റീനക്ക് തലവേദന സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന ജൊനാഥൻ ഡേവിഡിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലിക്ക് വേണ്ടി സമീപകാലത്ത് മിന്നുന്ന പ്രകടനം പുറത്തെടുക്കുന്ന ഒരു സൂപ്പർ താരമാണ് ജൊനാഥൻ ഡേവിഡ്. നെതർലൻഡ്സിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ കാനഡ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് നടന്ന സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ഫ്രാൻസിനെ അവർ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരുന്നു. അന്ന് അവരുടെ ഗോൾ കീപ്പറായ മാക്സിമെ ക്രീപ്പു മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അദ്ദേഹവും അർജന്റീനക്ക് വെല്ലുവിളി ഉയർത്താനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഏതായാലും കാനഡയുടെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മാക്സിമോ ക്രീപ്പു തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രതിരോധ നിരയിൽ അലിസ്റ്റെയർ ജോൺസ്റ്റൺ, അതുപോലെ തന്നെ മോയ്സെ ബോംബിറ്റോ, ഡെറിക് കോർണേലിയസ്, അതുപോലെ തന്നെ അൽഫോൺസോ ഡേവിസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബുഷാനൻ, സ്റ്റീഫൻ എസ്റ്റാക്കിയോ, ഇസ്മായിൽ കോനെ, ലിയാം മില്ലർ എന്നിവരാണ് ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ ജൊനാഥൻ ഡേവിഡിനൊപ്പം ലാറിനാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് കാനഡയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് ഇപ്പോൾ TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും കാനഡയുടെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പോരാട്ട വീര്യം ഇപ്പോൾ ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.